എങ്ങനെയാണ് ഇയാൾക്കുള്ള എക്സ്പീരിയൻസ് നമ്മളെടുത്ത് വരുന്നത്, അല്ലെങ്കിൽ എയിംബ്രിഡ്ജിൻ്റെ സർവീസ് എത്രത്തോളം ഇയാൾ അതിൽ കംഫർട്ടാണ്? ഞാൻ 2022 +2 കഴിഞ്ഞത്. പിന്നെ അതിന് ശേഷം ഒരു വർഷം റിപ്പീറ്റിന് പോയി. പിന്നെ ത്രൂ ഔട്ട് റിസർച്ച് ചെയ്തപ്പോഴാണ് എയിംബ്രിഡ്ജ് കിട്ടിയത്. പിന്നെ അവരുടെ സപ്പോർട്ട് ത്രൂ ഔട്ട് ഭയങ്കര കംഫർട്ടബിളും ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ കാര്യങ്ങൾ ഈസിയായി ചോദിച്ചറിയാനും സാധിച്ചു. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫസ്റ്റ് പറയുന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് അഖില മാം ആയിരുന്നു നമുക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് വലിയ ഡൗട്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അഡ്മിൻ ഭാഗത്തു നിന്ന് ഷഹാന മാമിൻ്റെ സപ്പോർട്ടും ഒരു ഹെൽപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും റിപ്ലൈ വെരി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഈസിയും കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് എയിംബ്രിഡ്ജിനായിട്ട്. ഭയങ്കര ട്രസ്റ്റ് വ്യക്തിയാണ്. ഇയാൾ ഈ ഫസ്റ്റ് ഒരു MBBS അബ്രോഡ് എന്നുള്ളത് ചൂസ് ചെയ്തത് ഫാദറാണോ? നമ്മളെല്ലാവരും കൂടിയിട്ടായിരുന്നു. പിന്നെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. പിന്നെ ഫാമിലി മൊത്തം ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, എല്ലാം